ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടുള്ള മറിയത്തിൻ്റെ കഥകൾക്കപ്പുറം ചരിത്രരേഖകളിലും പുരാതനമായ പാരമ്പര്യങ്ങളിലും ഒളിച്ചു കിടക്കുന്ന മറിയത്തിൻ്റെ അത്ഭുതകരമായ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ചരിത്രരേഖകളിലും പാരമ്പര്യങ്ങളിലും പറയപ്പെടുന്ന ചില അറിവുകളാണ് ഞാൻ പങ്കുവെക്കുന്നത്. മറിയത്തിൻ്റെ മാതാപിതാക്കളായ ജോവാക്കിമും അന്നയും ഒത്തിരി പ്രായമായിട്ടും കുട്ടികളില്ലാതെ വിഷമിച്ച് ഇരിക്കുന്നവരാണ്. ഒരിക്കൽ ജോവാക്കിം മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരു കുട്ടി ജനിക്കുമെന്ന് അറിയിച്ചു. അങ്ങനെ അത്ഭുതകരമായാണ് മറിയം ജനിക്കുന്നത്. 6 മാസത്തിൽ നടന്ന കുട്ടി. മറിയത്തിന് വെറും 6 മാസം പ്രായമുള്ളപ്പോൾ അവളുടെ അമ്മ അവളെ നിലത്ത് നിർത്തി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുഞ്ഞ് 7 ചുവടുകൾ മുമ്പോട്ട് സ്വയം നടന്നു. തൻ്റെ കുട്ടി അത്രമാത്രം വിശുദ്ധയാണെന്ന് അമ്മ അന്ന അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. 3. ദേവാലയത്തിലെ ജീവിതം. മറിയത്തിന് വെറും 3 വയസ്സായപ്പോൾ മാതാപിതാക്കൾ അവളെ ജെറുസലേം ദേവാലയത്തിൽ ദൈവസ്നേഹത്തിനായി കൊണ്ടുവിട്ടു. അത്രയും ചെറിയ കുട്ടിയായിട്ടും മറിയം കരഞ്ഞില്ല. പകരം ദേവാലയത്തിലെ 15 പടികൾ ഓടിക്കയറി അവിടെ നൃത്തം ചെയ്തു. 12 വയസ്സുവരെ അവൾ അവിടെയാണ് വളർന്നത്. 4. മാലാഖമാർ നൽകിയ ഭക്ഷണം. ദേവാലയത്തിൽ താമസിക്കുമ്പോൾ മറിയം സാധാരണ ഭക്ഷണമല്ല കഴിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഓരോ ദിവസവും സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ കൊണ്ടുവന്ന സ്വർഗീയ അപ്പമാണ് അവൾ കഴിച്ചിരുന്നത്. അവൾ എപ്പോഴും ദൈവത്തോടും മാലാഖമാരോടും സംസാരിച്ചാണ് വളർന്നത്. 5. ജോസഫിനെ തിരഞ്ഞെടുക്കുന്ന അത്ഭുതം. മറിയത്തിന് വിവാഹപ്രായമായപ്പോൾ അവളെ സംരക്ഷിക്കാൻ ആരെ ഏൽപ്പിക്കണമെന്ന് പുരോഹിതന്മാർ ചിന്തിച്ചു. അവർ എല്ലാ പുരുഷന്മാരോടും അവരുടെ വടി കൊണ്ടുവരാൻ പറഞ്ഞു. ജോസഫ് തൻ്റെ വടി നൽകുമ്പോൾ അതിൽ നിന്ന് ഒരു വെളുത്ത പ്രാവ് പറന്നു വരികയും അത് ജോസഫിൻ്റെ തലയിൽ വന്നിരിക്കുകയും ചെയ്തു. അതൊരു അത്ഭുതമാണ്. കൂട്ടുകാരെ, ഈ കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണുന്നതിനേക്കാൾ വലിയൊരു ലോകം ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ഉണ്ടെന്നാണ്. പരിശുദ്ധ മറിയം തൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ദൈവത്തോട് ചേർന്ന് നിന്ന് തൻ്റെ കടമകൾക്കായി ഒരുങ്ങുകയായിരുന്നു. മറിയത്തിൻ്റെ ജീവിതത്തിലെ ഈ രഹസ്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത് ഏതാണ്? ആ 7 കാല് വച്ചതാണോ, അതോ മാലാഖമാർ ഭക്ഷണം നൽകിയതാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ആരും അറിയാത്ത സത്യങ്ങളും കഥകളും ഇനിയും അറിയാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ പുതിയ ഒരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.